Vinicius Junior slips it through and then it's fired. ആദ്യ മത്സരത്തിലെ സമനിലയെന്ന നിരാശ മറികടന്നു. കുൻഹയുടെ ഡബിൾ സ്ട്രോക്കിലൂടെ ഹെയ്ത്തിയെ ലോകകപ്പിൽ നിന്ന് പുറത്താക്കി ബ്രസീലിന് തകർപ്പൻ വിജയം. ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് മഞ്ഞപ്പടയുടെ ജയം. ഇതോടെ ഗ്രൂപ്പ് സിയിൽ ബ്രസീൽ ഒന്നാമതെത്തി. 23-ാം മിനിറ്റിൽ മാത്യൂസ് കുഞ്ഞിയാണ് ബ്രസീലിന്റെ ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ടത്. വിനീഷ്യസ് ജൂനിയർ പോസ്റ്റിലേക്ക് തൊടുത്ത പന്ത് ഗോൾ കീപ്പർ ജോണി പ്ലാസിഡ് തടുക്കുന്നതിനിടെ ലഭിച്ച റീബൗണ്ടിൽ മാത്യൂസ് കുഞ്ഞ ഹെയ്ത്തിയുടെ വല കുലുക്കുകയായിരുന്നു. പിന്നീട് ദുർബലരായ എതിരാളികൾക്കെതിരെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ആൻസലോട്ടിയുടെ കുട്ടികൾ ആക്രമണം അഴിച്ചുവിട്ടു. ആദ്യ മത്സരത്തിൽ നിന്നും മെച്ചപ്പെട്ട പ്രകടനമാണ് കളിയിലുടനീളം ബ്രസീൽ പുറത്തെടുത്തത്. ഒത്തിണക്കത്തോടെ ബ്രസീൽ മുന്നേറ്റ നിര നടത്തിയ നീക്കത്തിനൊടുവിലാണ് രണ്ടാം ഗോളിന്റെ പിറവി. ഹെയ്തി പ്രതിരോധ നിരയെയും ഗോളിയെയും നിശബ്ദരാക്കി മാത്യൂസ് കുഞ്ഞിയുടെ വക രണ്ടാം ഗോളും പിറന്നു. സ്കോർ 2-0. ആദ്യ ഗോളിന് അവസരമൊരുക്കിയ വിനീഷ്യസ് ജൂനിയർ ബ്രസീലിനായി 3-ാം ഗോളും നേടി. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ഇടത് വിങ്ങിലൂടെയുള്ള മിന്നൽ നീക്കത്തിലൂടെ തന്റെ ട്രേഡ് മാർക്ക് ഷോട്ട് പായിച്ചാണ് വിനീഷ്യസ് 3-ാം ഗോൾ നേടിയത്. നേരത്തെ 13-ാം മിനിറ്റിൽ റഫീഞ്ഞ ഗോൾ വല കുലുക്കിയെങ്കിലും റഫറി ഓഫ്സൈഡ് വിളിക്കുകയായിരുന്നു. 22-ാം മിനിറ്റിൽ റഫീഞ്ഞയ്ക്ക് മികച്ച മറ്റൊരവസരം തുറന്നു കിട്ടിയിട്ടും ഗോളാക്കാനായിരുന്നില്ല. രണ്ടാം പകുതിയിൽ ബ്രസീൽ ആധിപത്യം തുടരുന്നതിനിടെ ഹെയ്തി ഗോളിന് തൊട്ടരികിലെത്തിയിരുന്നു. റിക്കാർഡോ ആഡയുടെ ഹെഡറിൽ നിന്നും ബ്രസീലിനെ ആലിസൺ രക്ഷപ്പെടുത്തി. ആദ്യ പകുതിയിൽ ബ്രസീൽ 4 ഓൺ ടാർജറ്റ് ഷോട്ടുകൾ പായിച്ചപ്പോൾ ഹെയ്ത്തിക്ക് ഗോൾ പോസ്റ്റ് ലക്ഷ്യമാക്കി ഒന്നുപോലും തൊടുക്കാനായിരുന്നില്ല. രണ്ടാം പകുതിയിൽ ഹെയ്ത്തി 2 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ തൊടുത്തപ്പോൾ ബ്രസീലിന് ഒന്നുപോലും പോസ്റ്റിലേക്ക് പായിക്കാനുമായില്ല. ഹെയ്തിക്കെതിരെയുള്ള ജയത്തോടെ 2 മത്സരങ്ങളിൽ നിന്ന് 1 ജയവും 1 സമനിലയുമായി 4 പോയിന്റോടെ ഗോൾ അടിസ്ഥാനത്തിൽ ബ്രസീൽ ഗ്രൂപ്പ് സിയിൽ ഒന്നാമതെത്തി. ബ്രസീലിനോട് തോൽവി വഴങ്ങിയ ഹെയ്തി 2026 ലോകകപ്പിൽ നിന്ന് പുറത്താകുന്ന ആദ്യ ടീമുമായി. ഗ്രൂപ്പ് ഡിയിൽ നടന്ന മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെ ഏകപക്ഷീയമായ 1 ഗോളിന് വീഴ്ത്തി 4 പോയിന്റുമായി മൊറോക്കോ ഗ്രൂപ്പിൽ ഒന്നാമതെത്തി. മത്സരത്തിന്റെ 2-ാം മിനിറ്റിൽ തന്നെ സ്കോട്ടിഷ് ഗോൾ വല കുലുക്കി ഇസ്മായിൽ സായ്ബരിയാണ് മെക്സിക്കോയെ മുന്നിലെത്തിച്ചത്. ബ്രസീലിനെതിരായ മത്സരത്തിലും ആദ്യം ഗോൾ വല കുലുക്കിയത് അദ്ദേഹം തന്നെയായിരുന്നു. ആതിഥേയരായ USA ആദ്യ റൗണ്ടിലെ തുടർച്ചയായ 2-ാം ജയത്തോടെ 2-ാം റൗണ്ടിലേക്ക് യോഗ്യത നേടി. സിയാറ്റിൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ഓസ്ട്രേലിയയെ വീഴ്ത്തിയാണ് സംഘം റൗണ്ട് ഓഫ് 32-ൽ സ്ഥാനമുറപ്പിച്ചത്. ഡി ഗ്രൂപ്പിൽ നേരത്തെ ഓരോ വീതം മത്സരം ജയിച്ചിരുന്നതിനാൽ US-നും OCs-നും വിജയം നിർണായകമായിരുന്നു. എന്നാൽ മത്സരത്തിന്റെ തുടക്കം മുതൽക്കേ US ആക്രമണങ്ങൾ ചെറുക്കാനാകാതെ കങ്കാരുപട വിയർക്കുകയായിരുന്നു. US ഗോൾ കീപ്പർ മാറ്റ് ഫ്രീസ് നിർണായകമായ 2 സേവുകളുമായി തിളങ്ങി. മത്സരത്തിന്റെ 65-ാം സെക്കൻഡിൽ 1 ഗോൾ. ഈ ലോകകപ്പിൽ ഇതുവരെയുള്ള ഏറ്റവും വേഗമേറിയ ഗോളിലൂടെ തുർക്കിയെ തോൽപ്പിച്ച പാരഗ്വായ്. മാത്യൂസ് ഗലാർസയാണ് പാരഗ്വായുടെ വിജയ ഗോൾ നേടിയത്. ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത നെടുനീളൻ ഷോട്ട് പോസ്റ്റിന്റെ ഇടത്തെ കോണിൽ പതിക്കുകയായിരുന്നു. തുർക്കി താരം മെർട്ട് മുൾഡറുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതിനിടെ പാരാഗ്വായ് മിഡ്ഫീൽഡർ മിഗ്വൽ അൽമിറോൺ വായപൊത്തി സംസാരിച്ചതിന് റെഡ് കാർഡ് കാണുകയും ചെയ്തു. ഇതോടെ വാക്കുതർക്കത്തിനിടെ വായപൊത്തി സംസാരിച്ചതിന് ലോകകപ്പിൽ റെഡ് കാർഡ് ലഭിക്കുന്ന ആദ്യ കളിക്കാരനായി മിഗ്വൽ അൽമിറോൺ.